റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന് പിന്നാലെ നിർണായക വെളിപ്പെടുത്തലുമായി പരാതിക്കാരി സുമയ്യ രംഗത്ത് വന്നിട്ടുണ്ട്. സർജറി നടത്താൻ ഡോക്ടർ രാജീവ് കുമാറിന് പണം നൽകിയെന്ന് സുമയ്യ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആശുപത്രിയിലും നെടുമങ്ങാട്ടിലെ ക്ലിനിക്കിലും ചെന്ന് പല ഘട്ടങ്ങളിലായി പണം കൊടുത്തു. അനസ്തേഷ്യ നൽകിയതിലും യുവതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷന് ശേഷം എന്റെ കുഞ്ഞിനെ തിരികെ നൽകണമെന്ന് ഡോക്ടർ രാജീവ് അനസ്തേഷ്യ ഡോക്ടറോട് പറഞ്ഞുവെന്നും സുമയ്യ പറയുന്നുണ്ട്. ആദ്യം സുമയ്യ പറഞ്ഞത് കേൾക്കാം. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സുമയുടേത്. സുമയുടെ ശരീരത്തിൽ ഈ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഇന്നലെ ആ ട്യൂബ് കുടുങ്ങിയത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ തന്നെ ആ കുറ്റം സമ്മതിച്ചിരുന്നു. ഇപ്പോൾ ആ ഡോക്ടർ തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് സുമയ്യ റിപ്പോർട്ടറിനോട് നടത്തിയിരിക്കുന്നത്. കേൾക്കാം സുമയ്യയുടെ പ്രതികരണം. ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയ സുമയ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർജറി ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഡോക്ടറിനോ അല്ലെങ്കിൽ അനസ്തേഷ്യ ഡോക്ടർമാർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ? സർജറി ഡോക്ടർ ഞാൻ നെടുമങ്ങാടാണ് ഡോക്ടർ ഇരിക്കുന്നത്. റൂമിൽ പോയി കാണുമായിരുന്നു. കണ്ടിട്ട് ഡോക്ടറിന് പൈസ ഞാൻ 4000 രൂപ കൊടുത്തിട്ടാണ് സർജറിക്ക് മുന്നേ. രാജീവ് ഡോക്ടറിനാണോ? രാജീവ് കുമാർ ഡോക്ടറിന്. അനസ്തേഷ്യയ്ക്ക് ഒന്നും ഞങ്ങൾ പോയി കണ്ടിട്ടില്ല, ഹോസ്പിറ്റലിൽ പോയി കണ്ടത് തന്നെയാണ്. ആകെ 4000 രൂപ മാത്രമാണോ കൊടുത്തത്? അല്ല, ആദ്യം 2000, പിന്നീട് 2000 കൊടുത്തു. പിന്നെ അതിനുശേഷം 500 വെച്ച് ഞാൻ കാണാൻ പോകുമ്പോഴൊക്കെ കൊടുക്കുമായിരുന്നു. അദ്ദേഹം അവിടെ ക്ലിനിക്ക് ഇട്ടിരിക്കുകയാണ് നെടുമങ്ങാട്. എത്ര മണി വരെയാണ് അവിടെയുള്ള ക്ലിനിക്ക്? അവിടെ 5 മണി മുതൽ 8 മണി വരെയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലോ ICUലോ ഏതെങ്കിലും ഡോക്ടർമാർ എന്തെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട ഒരു ഓർമ്മയുണ്ടോ? എനിക്ക് ഈ അനസ്തേഷ്യ ഡോക്ടർ ഉണ്ടായിരുന്നു. എൻ്റെ സർജറി ചെയ്ത ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സർജറി എനിക്ക് സംസാരിക്കാൻ പറ്റൂല. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഇയാൾക്ക് പിന്നെ എൻ്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരണം, അത് എനിക്കറിഞ്ഞൂടാ എന്ന് എന്നെ സർജറി രാജീവ് കുമാർ ഡോക്ടർ അനസ്തേഷ്യ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണം ഞാൻ. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കേട്ടുകൊണ്ട് നടന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്താ ഡോക്ടർമാരിങ്ങനെ തമ്മിൽ പറയുന്നു. ഡോക്ടറിനെ ഇത്രയും ദിവസമായിട്ടും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഏപ്രിൽ മാസം ഈ കാര്യം ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിഞ്ഞു എന്ന് പറയുന്നു. ഇങ്ങനൊരു വീഴ്ച ഡോക്ടറിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു സുമയ്യ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടകം ഡോക്ടറിനെതിരെ നടപടി എടുക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായും എടുക്കണം. ഡോക്ടർ എടുത്തു തരാം എന്ന് പറഞ്ഞൊരു കാരണത്താലാണ് ഞാൻ ഇത് ചെറിയൊരു കാര്യം തന്നെ കീഹോൾ വഴി എടുക്കാം എന്ന് പറഞ്ഞൊരു കാരണത്തിലാണ് ഞാൻ മുന്നോട്ടൊന്നിനും ഇറങ്ങാത്തത്. ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നായപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഞാനല്ല അങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വീണ്ടും നെടുമങ്ങാട് പോയിരുന്നു ഡോക്ടറെ കാണാൻ? ഒരുപാടിട്ട് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ശ്വാസം മുട്ടൊക്കെ വരുമ്പോൾ ഞാൻ നെടുമങ്ങാട് ചെന്ന് കാണിക്കുമായിരുന്നു. പോകുമ്പോൾ എത്ര രൂപ കൊടുക്കും? അപ്പം ഞാൻ 200 രൂപ വെച്ച് കൊടുക്കും. ചിലപ്പോൾ 500 കൊടുക്കും, ചിലപ്പോൾ 200 കൊടുക്കും, അങ്ങനെയൊക്കെ. നിലവിൽ ഡോക്ടർ രാജീവിനെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അടക്കമുള്ളവർ സംരക്ഷിക്കുന്നതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ, കരുതുന്നുണ്ടോ? ഉണ്ട്. അതാണല്ലോ ഇപ്പം പറഞ്ഞത്, ഇത് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവർ ഇതുപോലെ പറയുന്നത്. ഒരു ഘട്ടത്തിൽ ഇനി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുക തന്നെ. അതെ, ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. എന്നുവെച്ചാൽ എനിക്കാണ് പറ്റിയത്, എനിക്കിതിന് നീതി കിട്ടിയേ പറ്റൂ. വ്യക്തമാണ്. സുമയ്യയ്ക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, അത് ഇനി മറ്റൊരു ആൾക്കും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ സുമയ്യ ആവർത്തിച്ച് പറയുന്നു. മറ്റൊന്ന്, നീതി കിട്ടും വരെ മുന്നോട്ട് പോകും, എല്ലാവിധത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുമയ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഓക്കെ, ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് സുമയ്യ നടത്തിയിരിക്കുന്നത്. എന്തായാലും അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അരുൺ സോളമൻ, സുമയ്യ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ രാജീവ് കുമാർ സുമയുടെ കയ്യിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് പണവും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സുമയ്യ പറയുന്നതാണ്, അതിൽ അന്വേഷണം വേണ്ടതുമാണ്. രാജീവ് കുമാറിൻ്റെ ഭാഗം നമ്മൾ കേൾക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? സുമയുടെ വെളിപ്പെടുത്തൽ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. എന്താണ് അരുൺ സോളമൻ സുമയ്യ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അരുൺ, നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളിൽ സാധാരണഗതിയിൽ സർജറിക്ക് പോകുന്നതിന് മുൻപ്, സർജറി നടക്കുന്നതിന് തൊട്ട് ദിവസം മുൻപ് ഈ അനസ്തീഷ്യ ഡോക്ടർമാരും ഈ സർജറി നടത്തുന്ന ഡോക്ടർമാരും സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള തുകകൾ രോഗികളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന സ്വഭാവം സാധാരണഗതിയിൽ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സർജറിക്കായിട്ട് ഈ ജനറൽ ആശുപത്രിയിൽ സുമയ്യ എത്തുന്നത് 2023 മാർച്ച് മാസം 18-ാം തീയതിയാണ്. 22-ാം തീയതിയാണ് ഈ സർജറി നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് 4000 രൂപ ഡോക്ടർ രാജീവ് കുമാർ വാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ സുമയ്യ വ്യക്തമാക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ തുക സുമയ്യയ്ക്ക് നൽകാൻ കഴിഞ്ഞത്. കാരണം ഒരു നിർധന കുടുംബത്തിലുള്ള വ്യക്തിയാണ്, 26 വയസ്സ് മാത്രമേ പ്രായം ഉള്ളൂ. അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഓട്ടോ തൊഴിലാളിയാണ്. അവരിൽ നിന്നാണ് ഈ തുക ഡോക്ടർ രാജീവ് കുമാർ വാങ്ങിയത്. 2000 രൂപ ആദ്യം കൊടുക്കുകയും പിന്നീട് 2000 രൂപ കൊടുക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇദ്ദേഹം ഒരു ക്ലിനിക്ക് നെടുമങ്ങാടിട്ടുണ്ട്. അവിടെ പോയി പലപ്പോഴായിട്ട് ആഴ്ചകളിൽ പോയി കാണുമ്പോഴും
അവിടെയും 500-200 രൂപയും വെച്ച് നൽകി വന്നിരുന്നു എന്നുള്ളതാണ് സുമയ്യ വ്യക്തമാക്കുന്നത്. ഇവിടെ ഡോക്ടർ ബിബിൻ, അദ്ദേഹമാണ് അനസ്തീഷ്യ ഡോക്ടർ, അദ്ദേഹം ഇവിടെ പണം വാങ്ങിയിട്ടില്ല എന്ന് സുമയ്യ എടുത്ത് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സർജറി നടന്നതിന് ശേഷം 4 ദിവസം സുമയ്യയ്ക്ക് ഓർമ്മ കിട്ടിയിട്ടില്ല. അവർ ബോധമില്ലാതെ ICUയിൽ കിടക്കുകയായിരുന്നു. അതിനുശേഷം ഇവരെ രണ്ടാമത് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഓർമ്മ കിട്ടുന്നു. പക്ഷേ അപ്പോൾ അവരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ രാജീവ് കുമാർ ബിബിൻ എന്ന് പറയുന്ന ഡോക്ടറോട് സംസാരിക്കുന്നതാണ് സുമയ്യ വ്യക്തമാക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയേ മതിയാകൂ, എന്ത് ചെയ്താലും എൻ്റെ കുട്ടിയെ തിരികെ കിട്ടണം, എൻ്റെ കൊച്ചിനെ തിരികെ കിട്ടണമെന്ന് ആവർത്തിച്ച് ബിബിൻ ഡോക്ടറോട് പറഞ്ഞു എന്നുള്ളത് സുമയ്യ ഇപ്പോൾ പറയുന്നു. അതിൽ ഈ അനസ്തീഷ്യ നൽകിയതിൽ ചെറിയൊരു സംശയം ആ കുടുംബത്തിനുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ സുമയ്യയുടെ ഉമ്മ ഈ ഡോക്ടറോട് ഇത് സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തു. അതിൽ ഡോക്ടർ വ്യക്തമാക്കിയത് ഈ കാൽസ്യത്തിന്റെ കുറവ് കാരണം അനസ്തീഷ്യയുടെ ഡോസ് കുറച്ച് കൂടുതൽ നൽകേണ്ടി വന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കുടുംബത്തോട് പങ്കുവച്ചു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തൽ എന്തായാലും വളരെ നിർണായകമായിട്ടുണ്ട്. കാരണം ഇതിൽ എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ ഒരിക്കലും കൈക്കൂലിക്ക് സമാനമായി പണം വാങ്ങാൻ പോലും പാടില്ല. അതും നിർധരായിട്ടുള്ള പാവപ്പെട്ട കുടുംബങ്ങളാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നതും സർജറിക്കായി എത്തുന്നതും. അവരിൽ നിന്നാണ് ഇങ്ങനെ ഒരു പണം കൈപ്പറ്റിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ തനിക്കൊരു പിഴവ് സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ RCCയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു എക്സ്റേ എടുക്കുകയും ഇങ്ങനെ നെഞ്ചിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഡോക്ടർ രാജീവിൻ്റെ അടുത്ത് വരുമ്പോൾ കീഹോൾ ശസ്ത്രക്രിയ നടത്തി ഇത് പുറത്തെടുക്കാമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞുവെങ്കിലും ശ്രീചിത്രയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇത് പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ രാജീവിന് മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ തടി തപ്പി തനിക്ക് കൈയൊഴിഞ്ഞ് പോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. താനല്ല ഇത് ചെയ്തതെന്ന് ഡോക്ടർ രാജീവ് സുമയ്യയോട് പറയുന്നു. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സുമയ്യ DMOക്ക് അടക്കം പരാതി നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നത്. അവിടെയും ആരോഗ്യവകുപ്പ് ഡയറക്ടർ കൂടിയായിട്ടുള്ള റീന KJ ഇതിൽ നിന്നും ഈ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ കുടുംബം ഇന്നിപ്പോൾ DMOയ്ക്കും അതുപോലെ കന്റോൺമെന്റ് സ്റ്റേഷനിലും വന്ന് മൊഴി കൊടുക്കാനായിട്ട് വീണ്ടും മുന്നോട്ട് വരുന്നു. അതിനപ്പുറം ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകുകയാണ്. എന്തായാലും സുമയ്യ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കൂടി ഇനി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ സുമയ്യ അനുഭവിച്ചത് എന്താണോ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളിലൊരു ട്യൂബ് കുടുങ്ങുക, പിന്നീട് ഇപ്പോൾ സുമയ്യ നടത്തിയ വെളിപ്പെടുത്തലുകളും ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. രാജീവ് കുമാറിന്റെ പ്രതികരണം അരുൺ സോളമൻ നമുക്ക് തേടണം. എന്താണ് രാജീവ് കുമാറിന് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് അറിയുകയും വേണം. എന്തായാലും അത് സർക്കാർ വളരെ ഗൗരവത്തിൽ ആ വിഷയം പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ